ഏതോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ഈ ഒരാഴ്ച വളരെ സംഭവബഹുലമായ രംഗങ്ങളായിരിക്കും നമ്മുടെ ഏതോ ജന്മകൽപ്പനയിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇനി അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി കഥ മാറിമറിയാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരേ സമയം രണ്ട് വീട്ടുകാരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ശ്യാമിന്റെ എല്ലാ പൊയ്മുഖങ്ങളും ഇവിടെ വെളിച്ചത്തിലാകാൻ പോവുകയാണ്. അത് മാത്രമല്ല, അഞ്ജലിയുടെ ഓരോ കള്ളങ്ങളും പറഞ്ഞ് ശ്യാം ശ്രുതിയുടെ വീട്ടിലേക്ക് ചെല്ലുകയും അവരെ സഹായിക്കാനും ശ്രുതിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഓരോ കള്ളങ്ങൾ പറഞ്ഞ് അമ്മായിയൊക്കെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്യാം ശ്രമിക്കുന്നത്. അതുകൂടാതെ തന്നെ ശ്രുതിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ചില വിദ്യകളും നമ്മുടെ ശ്യാം കാട്ടിക്കൂട്ടുന്നുണ്ട്. എന്തായാലും താൻ നല്ല പാവമാണ്, അല്ലെങ്കിൽ താൻ ആരെയും ചതിക്കാനോ വഞ്ചിക്കാനോ ശ്രമിക്കാറില്ല എന്നുള്ള രീതിയിലാണ് ശ്യാമിന്റെ ആ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതുവരെയും അഞ്ജലിയുടെ ഭർത്താവ് ആരാണ് എന്നുള്ളൊരു സത്യം പ്രീതിയോ നമ്മുടെ ശ്രുതിയോ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അത് മാത്രമല്ല, അവർ അറിഞ്ഞിട്ടുമില്ല. അഞ്ജലിയുടെ ഭർത്താവിനെ കാണാൻ വേണ്ടിയിട്ട് പല അവസരങ്ങൾ വന്നിട്ട് പോലും അതെല്ലാം പല വിധത്തിൽ മാറുകയും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തുകയും, അത് മാത്രമല്ല ശ്രുതി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്യാം തന്നെ ചില ചതിക്കുഴികൾ ഇത് ചെയ്ത് കൂട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അഞ്ജലിയുടെ ഭർത്താവ് ആരാണെന്ന് ഇതുവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ശ്യാമിന്റെ ചതി മനസ്സിലാക്കാതെ ശ്രുതിയും പ്രീതിയും അമ്മായി എല്ലാവരും ശ്യാമിനെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ശ്യാമിന്റെ വലയിൽ ചെന്ന് വീഴുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവർ ഇരിക്കുന്ന സമയത്ത് ശ്രുതിയുടെ ആ ഒരു കച്ചവടം കുറച്ചുകൂടി പൊടിപിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്യാമം എല്ലാവരും ശ്രമിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് അവരുടെ ആ സംസാരങ്ങളും രംഗങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം അഞ്ജലിയും മനോരമയും കൂടി ശ്രുതിയുടെ വീട്ടിലോട്ട് വരുന്നത്. ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ മനോരമയ്ക്ക് ഒന്നാതെ ഇവരെ രണ്ടുപേരും ഇഷ്ടമില്ല. പിന്നെ അന്ന് ആ ഒരു പാർട്ടിയുടെ ഇടയ്ക്ക് വെച്ച് പ്രീതി നമ്മുടെ ആകാശിനോട് സംസാരിച്ചത് മനോരമ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അഞ്ജലിയും പ്രീതിയെയും തെറ്റുകാരിയാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് പലവട്ടം മനോരമ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ മനോരമ അഞ്ജലിയും കൂടി അമ്മായിയുടെ വീട്ടിലോട്ട് വരികയും എല്ലാവരും പ്രീതിയും ശ്രുതിയും അമ്മായി എല്ലാവരും സന്തോഷത്തോടെ അവരെ രണ്ടുപേരെയും അകത്തോട്ട് കയറ്റി ഇരുത്തുന്നുണ്ട്. ഈ സമയത്താണ് ഇവർ വരുന്നത്. ആ ഒരു ജനലിൽ എന്തോ നിൽക്കുന്ന സമയത്ത് ശ്യാം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ശ്യാമിന് മനസ്സിലായി അഞ്ജലിയും മനോരമ ഇങ്ങോട്ടാണ് വരുന്നത്. എന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പാടെ എല്ലാ കള്ളങ്ങളും പൊളിഞ്ഞു പോകും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നൊക്കെ ആലോചിച്ച് അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അറിയാതെ അഞ്ജലിയെയും മനോരമയും അകത്തോട്ട് കയറ്റിയിരുത്തുകയും അങ്ങനെ അവരുടെ ആ ഒരു സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മുന്നോടിയായിട്ട് അഞ്ജലിയുടെ ക്ഷണം സ്വീകരിച്ച് ശ്രുതിയും അഞ്ജലിയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. എന്നാൽ ശ്യാം ഇങ്ങനെ ഒരു തെറ്റുകൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ശ്യാം കള്ളങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് അഞ്ജലി മനസ്സിലാക്കാതെ ശ്യാമിനെ ഒരുപാട് വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി ശ്യാമിൻ്റെ എല്ലാ കളികളും പൊളിയാൻ പോവാണ്. ഇതുവരെ ശ്യാം എങ്ങനെയാണോ അവരോട് പെരുമാറിയിരുന്നത്, അല്ലെങ്കിൽ ശ്യാം എന്തൊക്കെ ചതികളാണോ അവരോട് ചെയ്തിരുന്നത്, ആ ചതികളെല്ലാം പുറത്താകാനുള്ള സാധ്യതകളൊക്കെ കണ്ടുവരുന്നുണ്ട്. അത് മാത്രമല്ല, ശ്യാമിന്റെ ചതികൾ ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്യാം ശ്രമിക്കുന്നുണ്ട്. പ്രീതിയെയും ശ്രുതിയെയും തൻ്റെ ചതിക്കുഴിയിൽ ആ ഒരു വലയിലാക്കിക്കൊണ്ട് എല്ലാ സത്യങ്ങളും പുറത്താകാനുള്ള എല്ലാ വഴികളും ശ്യാം അടയ്ക്കുവാണ്. എന്നാൽ ഈ ഒരു സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അശ്വിൻ തന്നെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവർക്കിടയിൽ സംഭവിക്കാൻ പോകുന്നത്, ശ്യാമിന്റെ ഈ ഒരു പൊയ്മുഖം പുറത്തായി കഴിഞ്ഞാൽ എന്തൊക്കെ ആയിരിക്കും ഇനി ഏസാറിന്റെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നത്, അഞ്ജലിയുടെ ജീവിതം ഇനി എവിടെയായിരിക്കും ചെന്നെത്താൻ പോകുന്നത്. പക്ഷേ അവരുടെ ശ്യാമിന്റെ ആ ഒരു ചതി പുറത്താകാതിരിക്കാൻ വേണ്ടിയിട്ട് പല വഴികളും ശ്യാം നടത്തുമ്പോൾ ഇതിൽ ചെന്ന് വീണ് ശ്രുതിക്ക് എന്ത് അപകടമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും ശ്രുതിയും അശ്വിനും ഇനി വീണ്ടും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. എന്തായാലും അവരുടെ ഇനി ഈ ഒരാഴ്ച എന്തായാലും ശ്രുതിയുടെയും അശ്വിൻ്റെ ഒരു പ്രണയ നിമിഷങ്ങളും കൂടി പൊട്ടിമുളയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് നാളെ കാണാം. അതൊരിക്കലും ബൈ.